അസ്സാം വലൈക്കും. പാർട്ട് 1 ശേഷം പാർട്ട് 2 ഭാഗങ്ങളാണ് കാണിക്കുന്നത്. സോ നമ്മളെ ഇനാഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷം ഐസ് ബ്രേക്കിംഗ് സെഷൻ ആയിരുന്നു. ഫസ്റ്റ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനാണ്. അപ്പോൾ ഒരു സ്റ്റോറി ടെല്ലിങ്ങോട് കൂടിയിട്ടാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഐസ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ പലർക്കും ഡൗട്ടായിരിക്കും എന്തായിരിക്കും എന്ന്. അതായത് മെൻ്റലി ഫിസിക്കലി അവരെ ആ ഒരു ക്യാമ്പിലേക്ക് കൊണ്ടുവരിക, ഒന്ന് വൈബാക്കുക എന്നുള്ളതാണ്. ശേഷവും ആഷിഖ് സാറാണ് കയറിയിട്ടുണ്ടായിരുന്നത്. കുട്ടികളെ ഭയങ്കര കറക്കലൊക്കെ ആയിരുന്നു. ഈ കറക്കലൊക്കെ കാണുമ്പോഴായിരിക്കും വെറും ഫൺ മാത്രമായിരിക്കും, ഒരിക്കലുമല്ല. ഓരോ കറക്കലിനും ഓരോ ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട് കേട്ടോ. ഓരോ ഇൻ്റർപ്രിട്ടേഷനും കറക്റ്റ് കൊടുത്തതിന് ശേഷമാണ് ഓരോ ആക്ടിവിറ്റീസും നമ്മൾ കൊടുക്കാറുള്ളത്. കുട്ടികളെ ഫണ്ണായിട്ട് ഇൻട്രാക്റ്റീവ് ചെയ്യുന്ന ഓരോ സെഷനായിരുന്നു ഇത്. ഐസ് ബ്രേക്കിംഗ് കഴിഞ്ഞതിന് ശേഷം ഓരോ സ്റ്റുഡൻസിനെയും ഗ്രൂപ്പുകളാക്കി തിരിച്ചതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഓരോ ടീംസിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ടീംസ് ഇവരാണ്. ഇവരോട് ഇവരുടെ കാര്യങ്ങളൊക്കെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് സെഷൻ നടന്നിട്ടുണ്ടായിരുന്നത് അൺലീസ് യുവർ ഇന്നർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിലും സെക്കൻഡ് സെഷൻ ഹാപ്പി ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിലുമാണ് നടന്നിട്ടുണ്ടായിരുന്നത്. 2 സെഷന് ശേഷം ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് പ്രെയർ ടൈമിന് വേണ്ടി പോയതായിരുന്നു. ലഞ്ച് ബ്രേക്കിന് തൊട്ട് മുന്നേ ആയിട്ട് ജെംസ് കോളേജിലെ തിയേറ്ററിലൊന്ന് സ്റ്റുഡൻസിനെ കയറ്റിയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കൊന്ന് റിഫ്രഷ് ആവാനും നല്ല വിശാലമായിട്ടുള്ള ഒരു തിയേറ്റർ തന്നെ ആയിരുന്നു അത്. ഡിഫറെൻറ്റ് ഗ്രൂപ്പുകൾ ആയതുകൊണ്ട് തന്നെ ഓരോരുത്തരെയും ഓരോ ഭാഗങ്ങളിലേക്കാണ് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്ന അവിടുത്തെ ലൈബ്രറിയിലായിരുന്നു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ലഞ്ചിന് നല്ല ചിക്കൻ ബിരിയാണിയും. ഇനി പാർട്ട് 3 കാണാം.